بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സിഫാത്തുൽ ഹുറൂഫ് അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ സ്വരവിശേഷണങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. മഖാരിജിനെ പോലെ തന്നെ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അക്ഷരങ്ങൾക്ക് കൃത്യമായ അതിൻ്റെ സ്വരവിശേഷണം നൽകിക്കൊണ്ട് ഉച്ചരിക്കുക എന്നത്. സിഫാത്തുൽ ഹുറൂഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്വരവിശേഷണങ്ങളാണ്. അടിസ്ഥാനമായി സ്വരവിശേഷണങ്ങൾ രണ്ട് വിഭാഗമാണ്. വിപരീതങ്ങളുള്ളവ, രണ്ടാമത്തേത് വിപരീതങ്ങൾ ഇല്ലാത്തവ. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഇതിൽ ഹംസ്, ജഹ്ർ എന്നീ വിശേഷണങ്ങൾ നാം അറിഞ്ഞു. ശേഷം ഷിദ്ദ, അതും മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ കൂടെ തന്നെയാണ് തവസ്സുത്ത്. ഷിദ്ദത്തും തവസ്സുത്തും ഇവയുടെ വിപരീതമായ റഖാവ അല്ലെങ്കിൽ അർറഖു അല്ലെങ്കിൽ അർരിഖു എന്നൊക്കെ പറയപ്പെടുന്ന വിപരീത സ്വരവിശേഷണം. ഇതിൽ ഷിദ്ദ എന്താണെന്നും അതിൻ്റെ അക്ഷരങ്ങളായ 8 ഹർഫുകൾ അജിദ്, ഖത്തിൻ, ബക്കത്ത് എന്നീ 8 ഷദീദായ ഷിദ്ദത്തിന്റെ ഹർഫുകളായി അറിയപ്പെടുന്ന അല്പം കാഠിന്യത്തോടെ കടുപ്പത്തോടെ ഉച്ചരിക്കേണ്ടതായ 8 അക്ഷരങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഉച്ചാരണവും പരിശീലിച്ചു. ഇനി അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് അത്തവസ്സുത്ത്. അത്തവസ്സുത്ത് മിതത്വം, മധ്യമം സ്വീകരിക്കൽ എന്നൊക്കെയാണ് തവസ്സുത്തിന്റെ അർത്ഥം. വസത്ത് എന്ന് പറഞ്ഞാൽ മധ്യം എന്നാണ്, ഒരു കാര്യത്തിന്റെ മധ്യഭാഗം. അതിനാണ് വസത്ത് എന്ന് പറയുക. കുന്തും വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, മധ്യമ സമുദായമാക്കിയിരിക്കുന്നു നിങ്ങളെ എന്ന് ഖുർആൻ പറഞ്ഞു. തവസ്സുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ബൈന ഷിദ്ദതി വർ-റിഖ്, റഖാവത്തിന്റെയും ഷിദ്ദത്തിന്റെയും ഇടക്ക് ഉള്ള ഒരു സ്വരവിശേഷണമാണ് തവസ്സുത്ത്. മഅനാഹു ഫിൽ ലുഗ അൽ-ഇഅ്തിദാൽ. ഭാഷയിൽ തവസ്സുത്തിന്റെ അർത്ഥം എന്താണ്? ഇഅ്തിദാൽ. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരുപക്ഷെ സിഫാത്തുൽ ഹുറൂഫിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മഹാനായ അൽ മർസഫി തന്റെ ഹിദായത്തുൽ ഖാരി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതാണ് ഞാൻ വായിക്കുന്നത്. ഭാഷയിൽ തവസ്സുത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ-ഇഅ്തിദാൽ, മിതത്വം എന്നാണ്. വഫിൽ ഇസ്തിലാഹ്, സാങ്കേതികമായി കൗനുൽ ഹർഫി ബൈന സിഫതൈനി, അക്ഷരം 2 സിഫത്തുകൾക്കിടയിലാവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഐ ബൈന സിഫത്തി ഷിദ്ദതി വസിഫത്തി റിഖ് അൽ ആതിയതി ബഅദ്, വരാനിരിക്കുന്ന റിഖ് എന്ന സിഫത്തിന്റെയും അതുപോലെ നാം പഠിച്ചു കഴിഞ്ഞതായ ഷിദ്ദത്തിന്റെയും ഇടക്കുള്ള ഒരവസ്ഥ. ബിഹൈസു യകൂനു ഇൻദ അൻ-നുത്ഖി ബിഹി യൻഹബിസു ബഅദു الصൗതി മഅഹു വയജ്രി ബഅദുഹു വലിദാ സുമ്മിയ മുതവസ്സിതാ. കാരണം ബിഹൈസു യകൂനു ഇൻദ അൻ-നുത്ഖി ബിഹി, ഈ അക്ഷരത്തെ ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തിന്റെ അല്പഭാഗം ഒരു പിടുത്തത്തോടുകൂടി യൻഹബിസു, അതിനെ ബന്ധിച്ചുകൊണ്ടാണ് ഉച്ചരിക്കപ്പെടുന്നത്. എന്നാൽ വയജ്രി ബഅദുഹു, മറ്റു ഭാഗമാവട്ടെ അതിങ്ങനെ ഒഴിവായി അയച്ചു വിടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മുതവസ്സിത്ത് എന്ന് ഇതിന് പേര് പറയുന്നത്. വഹുറൂഫുഹു ഖംസ, അതിൻ്റെ അക്ഷരങ്ങൾ എന്താണ്, എത്രയാണ്? 5 അക്ഷരങ്ങളാണ്. ഹുറൂഫു തവസ്സുത്ത് അല്ലെങ്കിൽ മുതവസ്സിത്തായ അക്ഷരങ്ങൾ 5 എണ്ണമാണ്. جمعها الحافظ ابن الجزري في المقدمة والطيبة في قوله لن عمر.
ഇബ്നുൽ ജസരി തന്റെ മുഖദ്ദിമയിലും അതുപോലെ തയ്യിബത്തുൻ നഷ്റിലും പറഞ്ഞിരിക്കുന്ന ഈ വാചകത്തിൽ ജുംലയിൽ അടങ്ങിയിട്ടുള്ള ലിൻ ഉമർ എന്ന ജുംലയിലുള്ള 5 അക്ഷരങ്ങൾ ലിൻ ഉമർ ഓർത്തു വെക്കുക. ലിൻ ഉമർ വഹിയ അല്ലാമു വന്നൂനു വൽ ഐനു വൽ മീമു വറ. അവ ലാമും നൂനും ഐനും മീമും റാഉമാണ്. ഈ അക്ഷരങ്ങൾക്കാണ് തവസ്സുത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുക. ഷിദ്ദത്തിന്റെയും റഖാവത്തിന്റെയും മധ്യത്തിലുള്ളതായ ഒരു സിഫത്താണ് തവസ്സുത്ത്. തവസ്സുത്ത് നൽകി ഉച്ചരിക്കപ്പെടുന്ന 5 അക്ഷരങ്ങൾ ലിൻ ഉമർ എന്നതാണ്. ലാം, നൂൻ, ഐൻ, മീം, റാ. ഈ 5 അക്ഷരങ്ങൾ. ഇവക്ക് സുക്കൂൻ നൽകി പറഞ്ഞു നോക്കൂ. അൽ, അൻ, അ, അം, അർ എന്നിങ്ങനെയാണ് അത് ഉച്ചരിക്കപ്പെടുക. കൂടുതൽ ഉദാഹരണങ്ങൾ റഖാവത്തും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പരിശീലിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് ഷിദ്ദത്തിന്റെ അക്ഷരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ ഉദാഹരണങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ അക്ഷരങ്ങളുടെ അവസ്ഥ. എന്നാൽ ഇതിലും അയവോടുകൂടി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാണ് റിഖ്വായ അക്ഷരങ്ങൾ, റഖാവത്തിന്റെ ശേഷിക്കുന്ന അക്ഷരങ്ങൾ. 8ഉം 5ഉം കഴിച്ചാൽ ബാക്കി എത്ര അക്ഷരങ്ങളാണ് വരുന്നത്? അവയൊക്കെയും റഖാവത്തിന്റെ അക്ഷരങ്ങളാകുന്നു. ഇൻഷാ അല്ലാഹ് അവയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുകയും അവയുടെ ഉച്ചാരണം പരിശീലിക്കുകയും ചെയ്യാം. ബാറക്കല്ലാഹു ഫീക്കും. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു